ഒരു വീടിൻ്റെ സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒക്കെ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് ശരിയായ വാസ്തു എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഈശ്വര കടാക്ഷവും വളരെയധികം നിറഞ്ഞു നിൽക്കുന്ന വീടുകളാണ് നിങ്ങളുടേതെങ്കിൽ തീർച്ചയായും പ്രകൃതി തന്നെ അതിൻ്റേതായ ചില സൂചനകൾ നിങ്ങളിലേക്ക് നൽകും. നാം ചില വീടുകളിൽ ഉള്ളവരെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അറിയുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്, വാസ്തുപരമായ ഒരു ദോഷങ്ങളും ഇല്ലായെങ്കിൽ പോലും ആ വീടുകളിൽ ഉയർച്ചയും സമ്പത്തും ഒന്നും തന്നെ ഉണ്ടാവില്ല. എന്നാൽ മറ്റു ചില വീടുകളിലാകട്ടെ വളരെയധികം ഈശ്വര ചൈതന്യത്തോടെയും സാമ്പത്തിക ഉയർച്ചകളോടെയുമൊക്കെ വളരെ സന്തോഷകരമായിട്ടുള്ള ജീവിതമായിരിക്കും അവർ നയിക്കുന്നത്. അതുപോലെ തന്നെ ശകുനശാസ്ത്രപ്രകാരം ചില നല്ല കാര്യങ്ങൾ നടക്കുന്നതിന് മുൻപും ചില അശുഭകരമായ കാര്യങ്ങൾ നടക്കുന്നതിന് മുൻപുമൊക്കെ നടക്കുവാൻ പോകുന്ന കാര്യങ്ങളുടെ സൂചന എന്നോണം ചില ജീവികൾ നമ്മുടെ വീടുകളിലേക്ക് വരാറുണ്ട്. അപ്രകാരം ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ഒരു ജീവിയാണ് വേട്ടാളൻ. വേട്ടാളൻ എന്ന ഈ ജീവി നമ്മുടെ വീടുകളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുവാൻ പോകുന്നത്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ മഞ്ഞയും കറുപ്പുമൊക്കെ നിറം കലർന്ന ഈ വേട്ടാളൻ എന്ന ജീവിയെ കാണാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. ഒറ്റനോട്ടത്തിൽ കണ്ടാൽ ചെറിയ കുളവിയാണെന്നൊക്കെ തോന്നുന്ന തരത്തിലുള്ള ഒരു ജീവിയാണ് ഇത്. കടന്നൽ വർഗത്തിൽപ്പെട്ട ഒരു ജീവി തന്നെ ആയതുകൊണ്ട് ചെറിയ രീതിയിലുള്ള വിഷാംശമൊക്കെ ഇവയുടെ ശരീരത്തിലുമുണ്ട്. ചെറിയ ചിലന്തികളെയും ചെറു പ്രാണികളെയുമൊക്കെയാണ് ഈ ജീവികൾ ആഹാരമാക്കുന്നത്. നനവുള്ള ചെളി പോലെയുള്ള മണ്ണൊക്കെ ഉപയോഗിച്ച് നമ്മുടെ വീടുകളിലും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മരങ്ങളിലുമൊക്കെ ഇവ കൂടുകൂട്ടുന്നത് കാണാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. എന്നാൽ ആർക്കും തന്നെ ശകുനശാസ്ത്രപ്രകാരം ഈ ഒരു ജീവിക്കുള്ള പ്രാധാന്യത്തെപ്പറ്റി വലിയ ധാരണ ഉണ്ടാകില്ല എന്നുള്ളതാണ് വാസ്തവം. അതായത് ഒരു വീട്ടിലേക്ക് ഏറ്റവും ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നതിന് മുൻപ് വന്നു കയറുന്ന ഒരു ജീവിയായിട്ടാണ് വേട്ടാളൻ എന്ന ജീവിയെ കണക്കാക്കുന്നത്. മാത്രമല്ല ഒരു വീട്ടിൽ 2 തരത്തിലുള്ള ഊർജമുണ്ടാകും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതായത് നിങ്ങളുടെ വീട്ടിൽ പോസിറ്റീവ് ഊർജമാണ് കൂടുതലായിട്ട് നിലനിൽക്കുന്നതെങ്കിൽ ആ വീട്ടിലേക്ക് എല്ലാവിധ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വരികയും, ഇനി മറിച്ച് നെഗറ്റീവ് ഊർജമാണ് കൂടുതലായി ഉള്ളതെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ദാരിദ്ര്യവും മനസ്സമാധാനക്കേടുമൊക്കെ ആയിരിക്കും ഉണ്ടാവുക. എന്നാൽ ഒരു കാരണവശാലും നെഗറ്റീവ് ഊർജം നിറഞ്ഞു നിൽക്കുന്ന വീടുകളിലേക്ക് വേട്ടാളൻ എന്ന ഈ ഒരു ജീവി കടന്നു വരില്ല. നിങ്ങളുടെ വീട്ടിൽ വേട്ടാളൻ എന്ന ഈ ജീവി വന്ന് കൂടുകൂട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പോസിറ്റീവ് ഊർജവും ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യവുമെല്ലാം വളരെയധികം ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മഹാലക്ഷ്മിയുടെ കടാക്ഷവും വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് നിങ്ങളുടെ വീടുകളിലേക്ക് വേട്ടാളൻ എന്ന ഈ ഒരു ജീവി കടന്നു വന്ന് കൂടുകൂട്ടുന്നത്. ഇപ്രകാരം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഉറപ്പിക്കാം, എന്തോ ഒരു മംഗളകരമായ കാര്യം അഥവാ ശുഭകരമായ ഒരു വാർത്ത നിങ്ങൾ കേൾക്കുകയോ കാണുകയോ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന ദാരിദ്ര്യവും സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുമൊക്കെ നിങ്ങളിൽ നിന്ന് അകലുന്ന തരത്തിലുള്ള ഒരു ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതിന് മുന്നോടിയാണ് ഈ ജീവി നിങ്ങളുടെ വീടുകളിൽ വന്ന് കൂടുകൂട്ടുന്നത്. മാത്രമല്ല ഇതിൽ വളരെ പ്രധാനമായ മറ്റൊരു വസ്തുത കൂടിയുണ്ട്. അതായത് ഈ വേട്ടാളൻ എന്ന ഈ ജീവി കൂടുകൂട്ടുവാൻ കൊണ്ടുവരുന്ന മണ്ണ് മനുഷ്യവാസമില്ലാത്ത പ്രദേശത്തുള്ള പശ കലർന്ന മണ്ണായിരിക്കും. അതിൽ തന്നെ ചുവന്ന നിറമുള്ള ചെമ്മണ്ണ് കൊണ്ടുള്ള കൂടും
അതല്ല എന്നുണ്ടെങ്കിൽ വെള്ള നിറമുള്ള മണ്ണുകൊണ്ടുള്ള കൂടും ഇവ നമ്മുടെ വീടുകളിൽ വന്ന് കൂട്ടാറുണ്ട്. ചെമ്മണ്ണ് കൊണ്ടാണ് ഇവ നിങ്ങളുടെ വീടുകളിൽ വന്ന് കൂട് കൂട്ടുന്നത് എങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ വീടുകളിൽ സന്താന സൗഭാഗ്യം ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ ജനിക്കുന്ന കുഞ്ഞ് ആൺകുഞ്ഞ് ആയിരിക്കും എന്നുള്ളതുമാണ്. ഇനി അതല്ല, വെള്ള നിറത്തിലുള്ള മണ്ണുകൊണ്ടാണ് ഇവ വീടുകളിൽ വന്ന് കൂട് കൂട്ടുന്നത് എങ്കിൽ മഹാലക്ഷ്മിയെ പോലെ തേജസ് നിറഞ്ഞ ഒരു പെൺകുഞ്ഞായിരിക്കും ആ ഭവനത്തിലേക്ക് വരുന്നത് എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. അതിനാൽ തന്നെ ശരിയായ ഫലങ്ങളെപ്പറ്റി അറിയുവാനായി നിങ്ങൾ വേട്ടാളൻ കൂടുകൂട്ടുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ആ മണ്ണിൻ്റെ നിറവും കൂടി പ്രത്യേകമൊന്ന് ശ്രദ്ധിച്ചേക്കുക. അതുപോലെ തന്നെ വളരെ കാലമായി മുടങ്ങിക്കിടന്നിരുന്ന ആ വീട്ടിലുള്ള വ്യക്തികളുടെയോ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരുടെയോ വിവാഹം നടക്കാൻ പോകുന്നു എന്നുള്ള സൂചനയും ഈ ജീവികൾ വന്ന് കൂടുകൂട്ടുന്നതിലൂടെ നൽകുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുവാൻ കഴിയും, വേട്ടാളൻ എന്ന ഈ ഒരു ജീവി നമ്മുടെ ഭവനങ്ങളിൽ വന്ന് കൂടുകൂട്ടിയാൽ കുറച്ച് നാളുകൾ ആ കൂട്ടിൽ താമസിച്ചതിന് ശേഷം ആ മണ്ണുകൊണ്ട് പണിത കൂടുപേക്ഷിച്ച് പോവുകയാണ് പതിവ്. എന്നാൽ ഇപ്രകാരം ഇവ കൂടുപേക്ഷിച്ച് പോയി കഴിയുമ്പോൾ ആ മണ്ണ് ഇളക്കി കുറച്ച് വെള്ളവും ശിവക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച ഭസ്മവും ചേർത്ത് ചാലിച്ച് നെറ്റിയിൽ തിലകം ചാർത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകും. നമ്മളെല്ലാവരെയും തന്നെ നിരന്തരം അലട്ടുന്ന ഒരു പ്രശ്നമാണ് ദൃഷ്ടിദോഷം, പ്രാക്ക് എന്നിവയൊക്കെ. മാറി മാറിയുള്ള രോഗങ്ങൾ, മാനസിക സമ്മർദ്ദം, പിരിമുറുക്കം എന്നിവയൊക്കെ ഈ ദൃഷ്ടിദോഷത്തിൻ്റെ സൂചനകളാണ്. എന്നാൽ ഇപ്രകാരം വേട്ടാളൻ കൂടുകൂട്ടിയതിൽ നിന്ന് മണ്ണ് എടുത്ത് ശിവക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച ഭസ്മവുമായി ചാലിച്ച് തിരുനെറ്റിയിൽ തിലകം ചാർത്തുന്നത് ദൃഷ്ടിദോഷത്തിൽ നിന്നും കണ്ണേറിൽ നിന്നുമൊക്കെ രക്ഷ നേടുവാനുള്ള ഏറ്റവും ഉത്തമമായുള്ള ഒരു പരിഹാരമാണ്. അതുപോലെ തന്നെ നിങ്ങളിലേക്കും നിങ്ങളുടെ വീട്ടിലേക്കുമൊക്കെ വരുന്ന നെഗറ്റീവ് ഊർജത്തെ തടയുവാനും ഇപ്രകാരം തിരുനെറ്റിയിൽ തിലകം ചാർത്തുന്നത് ഏറ്റവും ഉത്തമമാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത്രയൊക്കെ ഗുണഫലങ്ങളെ നമ്മുടെ വീടുകളിലേക്ക് കൊണ്ടുവരുന്ന ഒരു ജീവിയാണ് എന്നതിനാൽ തന്നെ ഇവ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ ഇവയെ ഉപദ്രവിക്കുവാനോ ജീവഹാനി വരുത്തുവാനോ പാടുള്ളതല്ല. ഇപ്രകാരം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വരേണ്ട ഗുണങ്ങൾക്ക് പകരം ദോഷകരമായിട്ടുള്ള ഫലങ്ങളായിരിക്കും നിങ്ങളുടെ വീടുകളിലേക്ക് വരുന്നത്. അതിനാൽ ഒരു കാരണവശാലും നിങ്ങളിവയെ ഉപദ്രവിക്കാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ജീവി വീടുകളിൽ വന്നതിന് ശേഷമുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും എഴുതി അറിയിക്കുക. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലുമെല്ലാം നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.